രവികുമാറിനെ കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക്. സംഗീത സംവിധായകന് നമ്മുടെ മലയാളത്തിൽ എല്ലാവർക്കും രവീന്ദ്രൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന രവീന്ദ്രൻ, ഞങ്ങളുടെയൊക്കെ രവിയേട്ടൻ. ഈ രവിയേട്ടനാണ് രവികുമാറിന് ശബ്ദം കൊടുത്തിരുന്നത് സ്ഥിരമായിട്ട്. അതൊരു വളരെ ഞാനൊക്കെ രവീന്ദ്രൻ മാസ്റ്ററെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ആ ഒരു സമയത്ത് മദ്രാസിൽ ജീവിച്ചത് തന്നെ രവികുമാറിന് ശബ്ദം കൊടുത്തുകൊണ്ടാണ്. കാരണം അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ തുടങ്ങിയിട്ടില്ല ആ സമയത്ത്. പാടാനും കോറസൊക്കെ പാടിയിട്ടുള്ളൂ, അങ്ങനെ അധികം പാട്ടുകളും പാടിയിട്ടില്ല അദ്ദേഹം ആ സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിന് രവീന്ദ്ര മാസ്റ്റർക്ക് ആ സമയത്ത് മദ്രാസിൽ സുഖമായ ഒരു ജീവിതം പ്രദാനം ചെയ്തത് ശരിക്കും രവികുമാറിൻ്റെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന റോൾസ് കൊണ്ട് കൂടിയാണ്. അപ്പോൾ അത് രണ്ട് രവീന്ദ്രൻ ആൻഡ് രവികുമാർ. അപ്പോൾ അതും നമുക്കൊരു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പുതിയ അറിവായിരുന്നു ആ സമയത്ത്. ഇത് അറിഞ്ഞ സമയത്ത് രവീന്ദ്ര മാസ്റ്ററാണ് രവികുമാർ ഏട്ടന് ശബ്ദം കൊടുക്കുന്നത് എന്നുള്ളത്. കാരണം രവികുമാർ ഏട്ടൻ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നുകൊണ്ട് മലയാളം അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. അത് കാരണമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം രവീന്ദ്ര മാസ്റ്റർ കൊടുത്തിരുന്നത്. രവികുമാർ ഏട്ടന് തമിഴിലൊക്കെ അദ്ദേഹം സ്വന്തമായിരുന്നു അദ്ദേഹം ഡബ് ചെയ്തിരുന്നത്. നമുക്ക് അവിടെ വേറെ ആളെ കിട്ടും. അവളെന്തിനാ അതൊക്കെ അസൗകര്യമാവും. പഴയ ചില സാരിയൊക്കെ കൊടുത്തില്ലേ, വല്ല 10-25 കൊടുത്തേക്കും. പിന്നെന്ത് വേണമെന്നാണ് രത്നം പറയുന്നത്? സഹതാപം അത്ര മതി.